കഴിഞ്ഞ ദിവസം ഒലിവ് പ്രൂൺ ചെയ്യണേൻ്റെ ഇടയ്ക്ക് തിരക്ക് പിടിച്ച് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ യോച്ചാണ്. ഒലിവമ്പ് മുറിക്കണേൻ്റെയും പള്ളി കൊണ്ടുപോകാനുള്ള ചില്ലകളൊക്കെ റെഡിയാക്കണേൻ്റെ ഇടയിലേ വയറ്റിലേക്കിടാൻ വല്ലതും വേണമല്ലോ എന്ന് വിചാരിച്ചേ തലേദിവസം ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്ന മാക്രലിനെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു. മീൻ പുളിയിട്ട് മുളക് കറിയാണ് കേട്ടോ വെച്ചത്. കറി വെക്കണമായും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, സാധാരണ എല്ലാവരും വെക്കണ പോലെ തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എല്ലാമായിട്ടുള്ള അസിസ്റ്റൻറ്റ് സാമോല് ബീൻസും ക്യാരറ്റും തോരൻ വെക്കാനായിട്ടുള്ള ബീൻസൊക്കെ അരിഞ്ഞുതരാൻ വന്നു കേട്ടോ. ഒലിവിൻ്റെ കമ്പുകെട്ടലും ചില്ലടക്കലൊക്കെ ബോറടിച്ചപ്പോഴേ അടുത്ത പണിയിലേക്ക് വിളിച്ചതാണേ. ഈ പിള്ളേർക്ക് പെട്ടെന്ന് ബോറടിക്കുമെന്നേ, അപ്പോൾ ഇങ്ങനെ പണികളൊക്കെ മാറ്റി മാറ്റി കൊടുത്താൽ മതിയെന്നേ. അവരുടെ ബോറടി അങ്ങ് മാറ്റി അവർ ഹാപ്പിയാവും. പിന്നെ പുറത്ത് സബിൻ ഞങ്ങൾ അടുക്കളയിലായതുകൊണ്ടിട്ട് തന്നെത്താനെ നിന്ന് പണികളൊക്കെ തീർക്കുന്നുണ്ട്. അങ്ങനെ മീൻകറിക്കുള്ള അരപ്പ് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കേ അതിനകത്തേക്ക് മീനും പിറക്കിയിട്ടിട്ട് അത് മൂടി വെച്ച് വേവിക്കാൻ വെച്ചേ. അതിനോടൊപ്പം തന്നെ അടുത്ത അടപ്പിൽ കഴിഞ്ഞ ദിവസം ഇറച്ചി വേവിച്ച് വെച്ചിരുന്നതിനകത്ത് കുറച്ചുണ്ടായിരുന്നതിനകത്ത് ഒരു പച്ചക്കായ ഇട്ട് ഒലത്താൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോയിട്ടേ ഒറ്റയ്ക്ക് ബോറടിച്ച് തന്നെത്താനെ ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാമൂലിന് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ടേ ബീൻസിൻ്റെ കൂട്ടത്തിൽ തോരനകത്ത് ഇടാനായിട്ടുള്ള ക്യാരറ്റ് അങ്ങോട്ട് അരിഞ്ഞ് അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇതൊക്കെ അടുപ്പത്ത് കിടന്ന് റെഡി ആവണ നേരം കൊണ്ടിട്ടേ ഇടയ്ക്ക് സബിൻ്റെ അടുത്തേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ തിരക്ക് പിടിച്ച ഈ ദിവസത്തിലെ ബിഷപ്പിൻ്റെ വിളി വന്നപ്പോഴേക്കും ഈ കറികളൊക്കെ കൂട്ടി ഒരു തട്ടിക്കൂട്ട് ഉച്ചയോണം അങ്ങോട്ട് റെഡിയാക്കി.